നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അതിൽ എന്താണ് ഫയൽ സിസ്റ്റം എന്നുള്ളത് നോക്കാം. നമുക്കറിയാം, കമ്പ്യൂട്ടറൊക്കെ വരുന്നതിന് മുമ്പേ മാനുവലായിട്ടുള്ള ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റമാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാനുവലായിട്ട് ഫയൽസിൽ ഡേറ്റ കളക്ട് ചെയ്യും, അത് ഒരു സോർട്ടഡോ അൺസോർട്ടഡോ ഓർഡറിൽ ഫയലുകളിൽ സ്റ്റോർ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ ഒരു കുട്ടിയെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അയാളുടെ ബയോഡാറ്റയും കാര്യങ്ങളും സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു ഫയലുണ്ടാവും. അല്ലാതെ മാർക്ക് ലിസ്റ്റും ബാക്കി കാര്യങ്ങളും സൂക്ഷിക്കാൻ വേറൊരു ഫയലുണ്ടാവും. ദെൻ അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ ഫയൽ ഉണ്ടാവും. അങ്ങനെ 3 ഫയലുകൾ ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉണ്ടാവും. 3 ഫയലുകളിലായിട്ടാണ് ആ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ അത്രയും തന്നെ ഫയലുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. ഓരോ വർഷവും ഇൻക്രീസ് ചെയ്യും. അതുപോലെ ഓരോ ബാച്ച് ഇറങ്ങുന്ന സമയത്തും ആ ഫയലുകൾ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഡേറ്റ ആയതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയുടെ ഡേറ്റ അന്വേഷിച്ച് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടിയുടെ ഡേറ്റയിൽ എന്തെങ്കിലും അപ്ഡേഷനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫ് ഇരിക്കുന്ന ഫയൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് തന്നെ ഒരു വലിയൊരു ടാസ്ക്കാണ്. ആ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയലിൽ നിന്ന് കറസ്പോണ്ടിങ് സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റ എടുക്കുക, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിന് ഒരാളല്ല, നമ്പർ ഓഫ് പേഴ്സൺസ് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യേണ്ടുന്ന അവസ്ഥ മാനുവൽ ഫയൽ സിസ്റ്റത്തിൻ്റെ കേസിലുണ്ടാവും. പറയുന്ന ഇതാണ്: ബിഫോർ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ, എ മാനുവൽ ഫയൽ സിസ്റ്റം വാസ് used to maintain the records and files. All data was stored in the files and it made it easy to find any information. But the system was good only for small organization having small number of items. എപ്പോഴും ഒരു ചെറിയൊരു ഓർഗനൈസേഷനിലാണ് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഉപയോഗമുള്ളതായിരിക്കും എന്നാണ് മാനുവൽ ഫയൽ സിസ്റ്റത്തിൻ്റെ കേസിൽ പറയുന്നത്. എന്താണ് മാനുവൽ ഫയൽ സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത് ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ ഓഫ് ഫയൽസിലായിട്ട് മാനുവലി സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ഡേറ്റ എടുക്കുന്നതും, ഒരു ഡേറ്റ മീൻസ് ഒരു കുട്ടിയുടെ ഡേറ്റ എടുക്കുന്നതും അതിന് മാറ്റം വരുത്തുന്നതും ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ്. ഇൻഎഫിഷ്യൻറ്റ് ടു മെയിൻറ്റെയിൻ ദ റെക്കോർഡ് ഓഫ് ബിഗ് ഫേം ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ്. നേരത്തെ പറഞ്ഞ സ്കൂളിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ്സ് മാനുവലി സ്റ്റോർ ചെയ്യുന്നത് ഇൻഎഫിഷ്യൻ്റാണ്. എഫിഷ്യൻ്റായിട്ടുള്ളൊരു മെത്തേഡിലല്ലായിരിക്കും സ്റ്റോർ ചെയ്യുക. എഫിഷ്യൻ്റായിട്ടുള്ള മെത്തേഡ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിരിക്കത്തില്ല, പെട്ടെന്ന് ഡേറ്റ എടുക്കാനും പറ്റും. ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് ലേബർ വർക്ക് ടു ഡു. ഒരുപാട് ഫയൽസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഡേറ്റ എടുക്കാനും ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് വർക്കേഴ്സിനെ ആവശ്യമാണ്. ഇറ്റ് ബിക്കംസ് മോർ കോംപ്ലെക്സ് വെൻ എനി വൺ റിക്വയർ ചേഞ്ചിങ് ദ ഇൻഫോർമേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡേറ്റ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് അതിന് ആവശ്യമായിട്ട് വരിക. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു ഓവർകം ദിസ് ഡിസഡ്വാൻറ്റേജ് ആൻഡ് ടു മേക്ക് ദ പ്രോസസ്സിംഗ് ഫാസ്റ്റ്, ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. വാട്ട് ഈസ് ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? കമ്പ്യൂട്ടറൈസ്ഡ് മാനുവലിൽ നിന്നും കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. ഇറ്റ് വാസ് ടോട്ടലി കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം വെയർ ആൾ ദ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടർ ഫയൽസ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഫയൽസ് ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആൾസോ ട്രഡീഷണൽ ഫയൽ സിസ്റ്റം സ്റ്റോർ ഡേറ്റ ഇൻ എ മാനർ ദാറ്റ് ആൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഹാവ് their own set of files that creates data redundancy. ഈ പറയുന്നത് കൂട്ട് ട്രഡീഷണൽ ഫയൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന റിഡൻഡൻസിക്ക് ഒരു പരിധി വരെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കുറയ്ക്കാൻ പറ്റും. എങ്കിൽ കൂടിയും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഹാവ് ദെയർ ഓൺ സെറ്റ് ഓഫ് ഫയൽസ് ദാറ്റ് ക്രിയേറ്റ് ഡേറ്റ റിഡൻഡൻസി ഉണ്ടാവും. എന്താണ് ഫയൽ സിസ്റ്റം? എന്താണ് ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റയാണ് ഫയൽ എന്ന് പറയുന്നത്. ഇനി ഫയൽ സിസ്റ്റം വാസ് early attempt to computerize the manual file system. മാനുവൽ ഫയൽ സിസ്റ്റത്തിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നതാണ് പറയുന്നത്. എ ഫയൽ സിസ്റ്റം ഈസ് എ മെത്തേഡ് ഫോർ സ്റ്റോറിങ് ആൻഡ് ഓർഗനൈസിങ് കമ്പ്യൂട്ടർ ഫയൽസ് ആൻഡ് ദ ഡേറ്റ ടു മേക്ക് ഇറ്റ് ഈസി ടു ഫൈൻഡ് ആൻഡ് ആക്സസ്. നേരത്തെ മാനുവൽ പ്രോസസ്സിങ്ങിൻ്റെ ഉണ്ടായ ഡിഫിക്കൽട്ടീസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നെന്ന് പറയുന്നത്
മാനുവലി ഫൈൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ആയപ്പോൾ ഫൈൻഡ് ചെയ്യാൻ എളുപ്പമാകും. അതുപോലെ എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യാനും എളുപ്പത്തിന് ഡേറ്റാസിനെ ഫൈൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റംസ് കൊണ്ടുവരുന്നത്. ഫയൽ സിസ്റ്റം മേ യൂസ് എ സ്റ്റോറേജ് ഡിവൈസ് സച്ച് എസ് ഹാർഡ് ഡിസ്ക് ഓർ CD-ROM. നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജ് ഡിവൈസസിലായിരിക്കും ഇതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. Characteristics of file processing system. It is group of files stored in data of an organization. Each file is independent from each other. ഓർഗനൈസേഷൻ്റെ ഡേറ്റ ഗ്രൂപ്പായിട്ടായിരിക്കും ഫയലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഓരോ ഫയലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓരോ ഫയലിനെ നമുക്ക് ഫ്ലാറ്റ് ഫയൽ എന്ന് പറയാം. ഈച്ച് ഫയൽ കണ്ടെയ്ൻ ആൻഡ് പ്രോസസ്ഡ് ഇൻഫർമേഷൻ ഫോർ ഓൺ സ്പെസിഫിക് ഫംഗ്ഷൻ ലൈക്ക് അക്കൗണ്ടിങ് ഓർ ഇൻവെൻറ്ററി. ഒരു ഫയൽ ഒരു പ്രോസസ്സിനെ മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ ഇൻവെൻറ്ററി. എക്സാമ്പിളാണ് ഇത് പറയുന്നത്. ഫയൽ ആർ ഡിസൈൻഡ് ബൈ യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റിട്ടൺ ഇൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സച്ച് എസ് COBOL, C++, etc. ഇനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജായ COBOL, C++ തുടങ്ങിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫയലുകൾ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും ഈ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്ത ഫയൽസ് എന്ന് പറയുന്നത്, ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് ഇതുമാതിരി ഇരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ഫയലാണ്. ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ റെക്കോർഡ്സ് ദാറ്റ് ഹാവ് നോ സ്ട്രക്ചേർഡ് ഇന്നർ റിലേഷൻഷിപ്പ്. ഒരു ടേബിളോ ഒരു കോളമോ ഒന്നും സ്പെസിഫൈ ചെയ്യാത്ത രീതിയിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന ഫയൽസിനെയാണ് ഫ്ലാറ്റ് ഫയൽസ് എന്ന് പറയാം. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്നത് ഏതോ ഒരു നമ്പറാണ്, അതുപോലെ കാർ എന്ന് പറയുന്നുണ്ട്, ഒരു നെയിം പറയുന്നുണ്ട്, പിന്നെ ഒരു എമൗണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെയോ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫ്ലാറ്റ് ഫയലാണ്. ഇങ്ങനെയുള്ള സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ഉണ്ടാവാം, അതുപോലെ ഇൻവെൻറ്ററി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ഉണ്ടാവാം, അക്കൗണ്ടിങ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടുള്ള ഫയൽസ് ഉണ്ടാവും. എന്ത് ഫയൽസ് ആണെങ്കിലും ആ ഫയൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ മാത്രമായിരിക്കും. മിക്സഡ് ആയിട്ട് ഒരിക്കലും നമ്മൾ ആ ഫയൽസിനെ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയോ ചെയ്യില്ല. ഒരു പർപ്പസിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. പിന്നെ ഓരോ ഫയൽസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം. ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്ത് ആ പ്രോഗ്രാമിൽ ഒരുപാട് ഡേറ്റ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണും. അതാണ് ശരിക്കും ഫയൽ സിസ്റ്റം യൂസ് ചെയ്ത് ആ ഒരു ഡേറ്റയെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ ഇൻഫർമേഷനായിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ട്രഡീഷണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ലൈബ്രറി മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒരു ആപ്ലിക്കേഷൻ കാണും. ആ ആപ്ലിക്കേഷനിലുള്ള രജിസ്ട്രേഷൻ, അതിന് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ടുള്ള ഓരോ ഫയൽസ് കാണും. എക്സാമിനേഷൻ ആണെങ്കിൽ അതിന് പ്രത്യേക ഒരു ആപ്ലിക്കേഷൻ കാണും. ആ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽസ് ഉണ്ടാകും. അതിൻ്റേതായിട്ടുള്ള ഡേറ്റാസും ഫയൽസും ആയിരിക്കും അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ രജിസ്ട്രേഷൻ. ഇങ്ങനെയാണ് ഓരോ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ട്രഡീഷണലി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് വർക്ക് ചെയ്യുക. ഓവറോൾ ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം വാസ് ഗുഡ് ഇൻ മെനി കേസ് ഇൻ കമ്പയർ ടു മാനുവൽ നോൺ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാവ് many disadvantages that were overcome by database management system. നമുക്കിപ്പോൾ മാനുവലി ഒരു ഫയൽ സിസ്റ്റം കീപ്പ് ചെയ്തു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് എന്തിലുണ്ട്? ഈ പറയുന്ന ട്രഡീഷണൽ ഫയൽ സിസ്റ്റം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്നതിലുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം.